ചേട്ടാ, ഈ അടുത്ത് നടക്കാൻ പോകുന്ന ഒരു വിവാഹത്തെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതൊരു സാധാരണ വിവാഹമല്ല. രണ്ട് കൊടും കുറ്റവാളികൾ തമ്മിലുള്ള വിവാഹമാണ്. അവരുടെ ജയിലിൽ വെച്ചുള്ള പ്രണയമാണ് ഇപ്പോൾ പൂവണിയാൻ പോകുന്നത്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ജയിലിൽ വെച്ചുള്ള പ്രണയം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പ്രേക്ഷകർക്കൊരു സംശയം തോന്നും. കാരണം വനിതാ തടവുകാർക്കും അതെ. പുരുഷ തടവുകാർക്കും രണ്ട് ഉം. രണ്ട് ജയിലാണല്ലോ. ഇവർ അങ്ങനെയല്ല. പിന്നെ ഇവരെ ഓപ്പൺ ജയിലിലാണ്. ഉം, ഉം. ഓപ്പൺ ജയിലിൽ നല്ല നടപ്പുള്ള ആളുകളെയൊക്കെ ഓപ്പൺ ജയിലിലോട്ടൊക്കെ മാറ്റും. തുറന്ന ജയിൽ ഉം. നമുക്ക് കേരളത്തിലുണ്ട്. അപ്പോൾ ഈ തുറന്ന ജയിലിലേക്ക് വന്നപ്പോഴാണ് ഇവർ തമ്മിലുള്ള പ്രണയം മുട്ടിടുന്നത്. ഉം. ഇവർ സാധാരണ കുറ്റവാളികളല്ല. അതായത് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട പ്രമാദമായ ഉം. കേസിലെ രണ്ട് പ്രതികളാണ്. നമ്മുടെ നാട്ടിലാണ് ഇപ്പോൾ കൂടത്തായി ജോളി, അല്ലെങ്കിൽ ഗോവിന്ദചാമി, അല്ലെങ്കിൽ ഗ്രീഷ്മ, ഇവരെന്നൊക്കെ പറയുന്നത് പോലെ ക്രിമിനലുകളായിട്ടുള്ള രണ്ടുപേരാണ്. ഉം. അത് ഹനുമാൻ പ്രസാദ് 5 പേരെ കൊന്ന കേസിലെ പ്രതിയാണ്. ഉം. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നു. മറ്റൊന്നത് പ്രിയാസേത്താണ്. പ്രിയാസേത്ത് വളരെ പ്രമാദമായ കേസിലെ പ്രതിയാണ്. ഉം. ടിൻഡർ സ്യൂട്ട് കേസ് കൊലപാതകം എന്ന് പറയും. ഇത് നടക്കുന്നത് രാജസ്ഥാനിലാണ്. ഉം. പക്ഷേ രാജ്യത്ത് തന്നെ അപൂർവമാണ് രണ്ടുപേർ തമ്മിൽ ജയിലിൽ വെച്ച് പ്രണയിക്കുന്നു, ഉം. പ്രണയം മുട്ടിടുന്നു. പക്ഷേ ഇത് പറയുമ്പോഴും ഇവർക്ക് രണ്ടുപേർക്കും, ഈ പ്രിയാസേത്തിനൊരു കാമുകനുണ്ട്, ഉം. അയാൾ ജയിലിലാണ്. ബാല ചോദിക്കുന്ന പോലെ അപ്പം ഞാൻ പൊട്ടനാന്ന് ചോദിക്കേണ്ട ഗതിയിലാണ് അയാൾ. ഉം. ഈ ഹനുമാൻ പ്രസാദ് കൊലപാതകിയായത് തന്നെ വിവാഹിതയായ ഒരു സ്ത്രീയെ, അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. ആ യുവതിയെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയാണ് അയാൾ അവരുടെ കുടുംബത്തെ കുടുംബത്തെ ഇല്ലാതാക്കി. മൊത്തം ഇല്ലാതാക്കിയത്. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യും ഇനി? അതെ, അവര് ശശിയായി. അപ്പോൾ ഇതിനിടയ്ക്കാണ് ഈ രണ്ടുപേരും, ഉം. അത് രാജ്യം ചർച്ച ചെയ്യപ്പെട്ട രണ്ട് കേസുകൾ, ആ രണ്ട് കേസിലെയും പ്രതികൾ അവരൊന്നിക്കാൻ പോവുകയാണ്. അപ്പോൾ അവരൊന്നിക്കുമ്പോൾ അവർ അപേക്ഷ കൊടുത്തു, ഉം. ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം, അപ്പോൾ അതിന് ഞങ്ങൾക്ക് പരോൾ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ അപേക്ഷ കൊടുത്തപ്പോൾ രാജസ്ഥാൻ ഹൈക്കോടതി എത്രയും പെട്ടെന്ന് ഇവരുടെ പരോളിനുള്ള അപേക്ഷ എത്രയും പെട്ടെന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ട് അധികാരികൾക്ക് നിർദ്ദേശം കൊടുത്തു. അങ്ങനെ അധികാരികൾക്ക് നിർദ്ദേശം കൊടുത്തപ്പോഴാണ് 15 ദിവസത്തേക്ക് പരോൾ അനുവദിച്ചു. 15 ദിവസം പുറത്ത് അവർക്ക് വിവാഹമൊക്കെ കഴിഞ്ഞ് അവിടെ ബന്ധുക്കളെയൊക്കെ കണ്ട് ആഘോഷിച്ച് തിരികെ വീണ്ടും ജയിലിലേക്ക് വരണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രിയാസേത്ത് മോഡലായിരുന്നു. അതുപോലെ തന്നെ ഇവർക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. ഈ സുഹൃത്തായിട്ടുള്ള പങ്കാളിയായിട്ടുള്ള ദിക്ഷാന്ത് കമ്ര, ഞാൻ നേരത്തെ പറഞ്ഞ കാമുകൻ. സുഹൃത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആൺ സുഹൃത്ത്, പെൺ സുഹൃത്ത് എന്നൊക്കെ പറയുന്ന പോലെ ഈ പ്രിയാസേത്തിൻ്റെ പങ്കാളി. ഇവരൊരുമിച്ച് താമസിക്കുകയായിരുന്നു. ഇവരൊരുമിച്ച് താമസിക്കുമ്പോഴുള്ള പ്രശ്നം, വലിയ കടക്കണിയിലായിരുന്നു ഇവർ രണ്ടുപേരും. ഏകദേശം 20 ലക്ഷത്തോളം രൂപയുടെ കടമാണ് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ കടം തീർക്കാൻ എന്ത് ചെയ്യണം? വേറെ എത്ര ജോലി ചെയ്താലും ഈ 20 ലക്ഷം രൂപയുടെ കടം പെട്ടെന്നൊന്നും തീരില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? പെട്ടെന്ന് ഈ കടം തീർക്കുകയും വേണം. കടക്കാരുടെ ശല്യം. അതിനു വേണ്ടിയിട്ട് ഒരു ഐഡിയ ഈ പ്രിയാസേത്ത് തന്നെയാണ് പറഞ്ഞത്. പ്രിയാസേത്ത് പറഞ്ഞു, നമുക്ക് ആരെങ്കിലും തട്ടിക്കൊണ്ടുവരാം, കിഡ്നാപ്പ്. അത് നടത്തി അത്യാവശ്യം കാശുള്ള ഒരുത്തനെ തട്ടിക്കൊണ്ട് വന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാം. ഈ ഒരു പരിപാടിയാണ് ഇവർ ആസൂത്രണം ചെയ്തത്. അങ്ങനെ ബിസിനസ്സുകാരനായ ദുഷ്യന്ത് ശർമ്മയെ ഡേറ്റിംഗ് ആപ്പുണ്ട്, ടിൻഡർ എന്ന് പറയുന്ന ഡേറ്റിംഗ് ആപ്പുണ്ട്. ഈ ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് പ്രിയ പരിചയപ്പെട്ട് സംസാരിച്ചു. ഇവർ തമ്മിൽ അടുപ്പമായപ്പോൾ പ്രിയയ്ക്ക് മനസ്സിലായി, ഇയാളാണ് നമ്മുടെ ഇര, കടം തീർക്കാനുള്ള ഇര ദാ മുന്നിൽ വന്നിരിക്കുന്നു. 20 ലക്ഷം ഇയാളെ കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. ഒരു ദിവസം ഈ ജയ്പൂരിലെ ബജാജ് നഗറിലെ ഫ്ലാറ്റിലേക്ക് ദുഷ്യന്തിനെ പ്രിയ സ്നേഹത്തോടെ ക്ഷണിച്ചു. വരൂ, നമുക്കൊരു ദിവസം ഇവിടെ കൂടാം. ആ വിളി കാത്തു നിൽക്കുകയായിരുന്നു ദുഷ്യന്ത് പെട്ടിയും കൊടുക്കുകയൊക്കെ ആയിട്ട് നേരെ ഇങ്ങോട്ട് പോരുന്നു. ഇവിടെ വന്നു. പക്ഷേ ആ ഫ്ലാറ്റിലേക്ക് വന്നു കയറിയ ദുഷ്യന്ത് പിന്നീട് ഒരിക്കലും പുറം ലോകം കണ്ടില്ല. അവസാനത്തെ ദിനമായിരുന്നു ഇത്. 2018 ഈ സംഭവം നടക്കുന്നത്. 2018 മെയ് 2-ാം തീയതിയാണ് സംഭവം. ആ ദിവസമാണ് ദുഷ്യന്ത് പ്രിയാസേത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് വരുന്നത്. പ്രിയാസേത്തിനൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാമുകനുണ്ടായിരുന്നു.
അതുപോലെ തന്നെ ഒരു കൂട്ടാളി ഉണ്ടായിരുന്നു, ലക്ഷ്യ വാലിയ എന്നാണ് അയാളുടെ പേര്. ഇവർ 3 പേരും കൂടെ ചേർന്നിട്ട് ഈ വന്നു കയറിയ ദുഷ്യന്തിനെ ബന്ദിയാക്കി, പിടിച്ചവിടെ കെട്ടിയിട്ടിട്ട് വീട്ടുകാരെ ഫോൺ വിളിച്ച് പറഞ്ഞു, ഇയാളെ ഞങ്ങൾ ബന്ദിയാക്കിയിരിക്കുകയാണ്, വിട്ടുകിട്ടണമെങ്കിൽ 20 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണം. അപ്പോൾ ഈ വീട്ടുകാർ വളരെ കഷ്ടപ്പെട്ട്, 20 ലക്ഷം ഒന്നും അവരുടെ കയ്യിൽ ഒന്നുമില്ല. ചില മനുഷ്യർ കണ്ടിട്ടില്ലേ, വളരെ അവരെ നടപ്പും ഭാവവും കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കോടീശ്വരന്മാരായിരിക്കും എന്ന് വിചാരിക്കും. അങ്ങനെയൊന്നും അല്ല. മനുഷ്യൻ വളരെ മാന്യമായി വൃത്തിയായി വസ്ത്രമൊക്കെ ധരിച്ച് നമുക്ക് ചിലർ പിന്നെ ഇല്ലാത്തത് ഇങ്ങനെ കാണിക്കുമല്ലോ, പൊങ്ങച്ചം കാണിക്കും. അപ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. അപ്പം അതുകൊണ്ടാണ് ഇയാൾ ഇരയാകേണ്ടി വന്നത്. അപ്പോൾ എന്തായാലും ഈ വീട്ടുകാർ 3 ലക്ഷം കൊണ്ട് കൊടുത്തു. പക്ഷെ 3 ലക്ഷം പോരാ, അവർക്ക് വേണ്ടത് 20 ലക്ഷമാണ്. 3 ലക്ഷമാണ്. 3 ലക്ഷം മൂക്കിപ്പൊടി വലിക്കാൻ പോലും ഇല്ല. അങ്ങനെ തീരുമാനിച്ചു ഇയാളെ കൊല്ലുക, ഇയാളെ ശ്വാസം മുട്ടിച്ച്. ആ 3 ലക്ഷം കൊടുത്തിട്ട് പോലും ഇയാളെ ശ്വാസം മുട്ടിച്ച് കൊന്നുകളഞ്ഞു. കൊന്നിട്ട് ഇയാളുടെ മൃതദേഹം, ഈ ദുഷ്യന്തിൻ്റെ മൃതദേഹം കഷണങ്ങളാക്കി സൂട്ട് കേസിനുള്ളിൽ തിരികെ വെച്ചിട്ടാണ് ഇവർ ജയ്പൂരിലെ വിദൂരമായൊരു ഗ്രാമത്തിൽ, അവിടെ അമീർ ഹിൽസ് അവിടെ കളയുന്നു. അവിടെ ഉപേക്ഷിച്ചെങ്കിലും മിക്ക കൊലപാതകങ്ങളിൽ അങ്ങനെയാണ്. ഇത് ഇങ്ങനെ ചാക്ക് കെട്ടിയോ അല്ലെങ്കിൽ സൂട്ട് കേസിനകത്താക്കിയോ, നമ്മൾ ആണെന്ന് തോന്നുന്നു ഇന്നലെ ഒരു പറഞ്ഞതല്ലേ, ചാക്കിനകത്താക്കി ശരീരഭാഗങ്ങൾ, തലയൊന്നുമില്ല, കൈ ഒന്നുമില്ല, പക്ഷേ ശരീരഭാഗങ്ങൾ ചാക്കിൽ കെട്ടിക്കൊണ്ട് ഓടയിൽ തള്ളുന്നു, തെരുവ് നായ വലിച്ചുകൊണ്ട് വന്നിട്ടാണ് ആളുകൾ കാണുന്നത്. ഇതും അതുപോലെയാണ്. പ്രത്യേകിച്ച് ഒരു സൂട്ട് കേസ് കിടക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും. അങ്ങനെ ആളുകൾ ദിവസങ്ങൾക്ക് ശേഷം ഈ സൂട്ട് കേസ് കണ്ടെത്തി. അപ്പോഴാണ് ഈ കൊലപാതകത്തെക്കുറിച്ച് പുറം ലോകം അറിയുന്നത്. 2023 3 പേർക്കും ജയ്പൂർ കോടതി 3 പേർക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. അപ്പോൾ ജയ്പൂർ ജയിലിലാണ് ഈ പ്രിയ സേത്ത് ആദ്യം കിടന്നത്. അവിടെ നിന്നാണ് പിന്നീട് ഈ തുറന്ന ജയിൽ, സംഗനീറിലെ തുറന്ന ജയിലിലേക്ക് വരുന്നത്. ഇനി അടുത്ത നമ്മുടെ വരൻ്റെ കുറ്റകൃത്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും കൊടും ക്രിമിനലാണ്. അപ്പോൾ അയാൾ അൽവാറിലുള്ള സന്തോഷ് ശർമ്മ, ഈ സന്തോഷ് ശർമ്മ ഒരു തായ്ക്കൊണ്ട കളിക്കാരിയാണ്. തായ്ക്കൊണ്ട എന്ന് പറഞ്ഞിട്ടൊരു കായിക ഇനമുണ്ട്. എനിക്കൊന്നും നമ്മുടെ നാട്ടിൽ അത്ര പോപ്പുലർ അല്ല, പക്ഷേ ഇടയ്ക്ക് സ്കൂളിലൊക്കെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഹനുമാൻ പ്രസാദ് ഈ യുവതിയുമായി, സന്തോഷ് ശർമ്മയുമായി പ്രണയത്തിലായി. അങ്ങനെ പ്രണയത്തിലായി, നേരത്തെ പറഞ്ഞ പോലെ വിവാഹിതയാണ്, 3 കുട്ടികളുടെ അമ്മയാണ് ഈ സന്തോഷ് ശർമ്മ. 3 കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ ഒരുമിച്ച് താമസിക്കണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അവർ പ്ലാൻ ചെയ്തു, ഭർത്താവിനെ ഒഴിവാക്കണം. ഭർത്താവുണ്ടെങ്കിൽ ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഭർത്താവിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നു. 2017 ഒക്ടോബർ 2 രാത്രി സന്തോഷ് ശർമ്മ ഈ ഹനുമാൻ പ്രസാദിനെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അപ്പോൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭർത്താവായ ബൻവാരി ലാലിനെ ഇല്ലാതാക്കണം. 2017 ഒക്ടോബർ 2 രാത്രിയാണ് ഇയാൾ വീട്ടിലേക്ക് വരുന്നത്, സന്തോഷ് ശർമ്മയുടെ വീട്ടിലേക്ക് വരുന്നത്. ബൻവാരി ലാലിനെ 2 പേരും കൂടെ ചേർന്ന് ആ രാത്രി തന്നെ കൊലപ്പെടുത്തി. പക്ഷെ കൊലപ്പെടുത്തിയപ്പോൾ ഇത് 3 മക്കളും അതുപോലെ തന്നെ ഇയാളുടെ അനന്തരവനും അതിന് സാക്ഷി കണ്ടുകൊണ്ട് ഇതവർ കണ്ടില്ല, ആദ്യം ശ്രദ്ധിച്ചില്ല. ഇവർ ഈ കൊലപാതകം കണ്ടു, അപ്പോൾ സാക്ഷികളായി. അപ്പോൾ പിന്നെ നിഷ്ഠൂരമായിട്ട്, അതായത് ആലോചിച്ച് നോക്കണം, 3 മക്കളുടെ അമ്മയാണ്, അയാൾ പുറത്തുനിന്ന് വന്ന ഒരാളാണ്. അയാൾ ഈ ഇവരിലുള്ള അഭിനിവേശം കൊണ്ട് അവരെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഏത് തടസ്സവും ആ സമയത്ത് അങ്ങനെയാണല്ലോ, അതൊന്നും അയാൾക്ക് പ്രശ്നമല്ല. ആ പ്രതിബന്ധം ഇല്ലാതാക്കുക, ഞാൻ ഈ സാഹിത്യ ഭാഷയിൽ പറയുന്നെങ്കിലും അതൊന്നും ഒരു ശരിയായ കാര്യമല്ല. പക്ഷെ ആ സമയത്തെ മനസ്സങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷെ മറ്റേത് അമ്മയാണ്. അമ്മയെ സംബന്ധിച്ച് 3 മക്കളെന്ന് പറയുമ്പോൾ നൊന്ത് പ്രസവിച്ച അമ്മ, ആ മക്കളെ കൊല്ലുകയാണ് അമ്മ. ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഭർത്താവിനെ ഇല്ലാതാക്കി, അത് കണ്ടു നിന്ന മക്കളെ നിഷ്ഠൂരമായി കൊന്നു കളഞ്ഞു. സുഖത്തിന് വേണ്ടി അതെ, ഇല്ലാണ്ടാക്കി. അനന്തരവനെയും കൊന്നു കളഞ്ഞു. എന്നിട്ട് പോലീസ്, സ്വാഭാവികമായിട്ടും പിന്നെ പോലീസ് പിടിച്ചു ഇയാളെയും. രാജ്യം ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട കൂട്ടക്കൊലപാതകങ്ങളിലൊന്നാണത്.
ഇയാളും ജയ്പൂർ ജയിലിലാണ് ആദ്യം പോയത്. അവിടെ നിന്നാണ് ഈ തുറന്ന ജയിലിലേക്ക് വരുന്നത്. തുറന്ന ജയിലിലേക്ക് വരുമ്പോഴാണ് ഇവർ രണ്ടുപേരും കണ്ടു, കൊള്ളാം, നമുക്ക് ഇപ്പോഴാണ് കറക്റ്റ് മാച്ചായിട്ടുള്ള ആളിനെ കിട്ടിയത്. മറ്റേ ആൾ സൂട്ട് കേസിനകത്താക്കി കൊലപാതകം നടത്തി അങ്ങനെ ഫേമസ് ആയിട്ട്, ഫേമസ് എന്ന് പറയാൻ പറ്റില്ല, കുപ്രസിദ്ധി അങ്ങനെ നിൽക്കുന്നു. ഇയാളാണെങ്കിൽ 5 പേരെ തട്ടിയിട്ട് അങ്ങനെ നിൽക്കുന്നു. അപ്പം അവർ രണ്ടുപേരും ഒരുമിക്കുകയാണ്, സുഹൃത്തുക്കളെ ഒരുമിക്കുകയാണെന്ന് പറഞ്ഞതുപോലെ അവർ രണ്ടുപേരും ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ പ്രണയിക്കുക എന്നൊക്കെ പറയുന്നത്, നമുക്ക് പ്രണയം ഏത് സമയത്തും ആർക്കും തോന്നാം. പക്ഷേ ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാമുകിക്ക് വേണ്ടിയിട്ടാണ് 5 പേരെ ഇല്ലാതാക്കിയത്. അപ്പുറത്ത് കാമുകനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 2 പേരാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രണയത്തിൽ ആയിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഉടനെ പിന്നെ ഇവർ സംശയം മൂത്തൊന്നും കൊലപാതകത്തിലേക്കൊന്നും പോകത്തില്ല. കാരണം 2 പേരും നേരെ ജയിലിലോട്ടാണ് പോകുന്നത്. ഒരുമിച്ച് ഇവർ താമസം തുടങ്ങിയിരുന്നെങ്കിൽ 2-ൽ-1 എന്തായാലും ഏതെങ്കിലും സമയത്തില്ലാതാവും. കാരണം അങ്ങനെ സുഖകരമായ ജീവിതമൊന്നും ആയിരിക്കത്തില്ല നയിക്കാൻ പോകുന്നത്. അപ്പോൾ 15 ദിവസത്തെ കല്യാണം കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ വീടെന്ന് പറയുന്നത് ഗവൺമെൻറ് സർക്കാരിൻ്റെ ചിലവിലാണ് കഴിയാൻ പോകുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 2 പേരും, അങ്ങനെ ഒരു ഭാഗ്യം ആർക്കുണ്ട്? അപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ജയ്പൂരിലെ കാര്യമാണെങ്കിലും നമ്മൾ ചർച്ച ചെയ്തത്. ശരി.